സർക്കാർ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശികയിൽ 18% GSTയും 1.5% കൂട്ടുപലിശയും വാങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കടുംവെട്ട്. മാള പ്രസ് ക്ലബ്ബ് തദ്ദേശ അദാലത്തിൽ പരാതി നൽകിയപ്പോഴാണ് കൊള്ളയെ ന്യായീകരിച്ചുകൊണ്ട് വകുപ്പ് മറുപടി നൽകിയത്. അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് നിലച്ച് 45 ദിവസം പിന്നിട്ടിട്ടും സർവീസ് പുനരാരംഭിക്കാൻ നടപടിയായില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മയും നിൽപ്പ് സമരവും നടത്തി. സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. പ്രാരംഭ സൂചകമായി വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പന്തംകുളത്തെ പ്രകടനം നടത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സർക്കാർ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശികയിൽ 18% GSTയും 1.5% കൂട്ടുപലിശയും വാങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കടുംവെട്ട്. മാള ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് കുടിശ്ശിക ഇനത്തിൽ ലക്ഷങ്ങൾ ചുമത്തിയതിനെതിരെ മാള പ്രസ് ക്ലബ്ബ് തദ്ദേശ അദാലത്തിൽ പരാതി നൽകിയപ്പോഴാണ് ഈ കൊള്ളയെ ന്യായീകരിച്ചുകൊണ്ട് വകുപ്പ് മറുപടി നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ നികുതി ഘടന ജനങ്ങളുടെ പണം ഊറ്റുന്ന പകൽ കൊള്ളയാണെന്ന് വ്യക്തമാക്കുന്നതാണ് മാള പ്രസ് ക്ലബിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയ മറുപടി. മാള ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ള മാള പ്രസ് ക്ലബിന് വാടക കുടിശ്ശിക ഇനത്തിൽ ലക്ഷങ്ങളുടെ റവന്യൂ റിക്കവറി നോട്ടീസ് നൽകിയതിനു പുറമെ ജില്ലാതല അദാലത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് നൽകിയ പരാതിയിലാണ് കടുംവെട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് തദ്ദേശ വകുപ്പ് മറുപടി നൽകിയിരിക്കുന്നത്. തദ്ദേശ വകുപ്പുകൾ തങ്ങളുടെ അധികാരപരിധിയിൽ ഉള്ള കെട്ടിടങ്ങൾക്ക് 18% പലിശ ഈടാക്കുന്നത് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ സർക്കാർ വൃത്തങ്ങൾ ഈ 18% GST ഇനത്തിൽ ന്യായീകരിക്കുകയും പിഴപ്പലിശ അടക്കം വർഷത്തിൽ 18% കൂടി ഈടാക്കാമെന്ന വ്യവസ്ഥ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മാസത്തിൽ 1.5% എന്ന കണക്കിൽ ഒരു വർഷത്തേക്ക് അധിക പിഴയായി 18% കൂടി ഈടാക്കാമെന്നാണ് സർക്കാരിന്റെ മറുപടി. റിസർവ് ബാങ്ക് നിയമത്തിൽ പരമാവധി ഡെപ്പോസിറ്റുകൾക്ക് നൽകാവുന്ന ഉയർന്ന പലിശ നിരക്ക് 12.5% മാത്രമാണ്. എന്നിരിക്കെ തദ്ദേശ വകുപ്പ് വികലമായ GST നിരക്ക് വാങ്ങുന്നതിന് പുറമെ പിഴപ്പലിശയായി വർഷത്തിൽ 18% കൂടി ഈടാക്കുന്നത് പൊതുജനത്തെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. വിഷയത്തിൽ തദ്ദേശ മന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മാള പ്രസ് ക്ലബ്. മീഡിയ ടൈം, മാള. അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് നിലച്ച് 45 ദിവസം പിന്നിട്ടിട്ടും ബോട്ട് സർവീസ് പുനരാരംഭിക്കാൻ നടപടിയായില്ല. ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ അഴീക്കോട് മുനമ്പം പാലം സമര സമിതി പ്രതിഷേധ കൂട്ടായ്മയും നിൽപ്പ് സമരവും നടത്തി. ഫിറ്റ്നസ് ഇല്ലെന്ന കാരണത്താലാണ് ഫെറി സർവീസ് നിർത്തിവച്ചത്. തൃശൂർ, എറണാകുളം തീരദേശ മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്തിരുന്ന അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് നിലച്ച് 45 ദിവസം പിന്നിട്ടിട്ടും ബോട്ട് സർവീസ് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കാത്ത ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ അഴീക്കോട് മുനമ്പം പാലം സമരസമിതി പ്രതിഷേധ കൂട്ടായ്മയും നിൽപ്പ് സമരവും നടത്തി. മുനമ്പത്ത് പാലത്തിന്റെ പൈലിംഗ് ജോലികൾ തുടങ്ങും മുമ്പേ ഫിറ്റ്നസ് ഇല്ലെന്ന കാരണത്തിലാണ് ഫെറി സർവീസ് നിർത്തിവെച്ചത്. പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ മുനമ്പത്ത് നിർദ്ദിഷ്ട ബോട്ട് ജെട്ടിയിൽ ബോട്ട് അടുപ്പിക്കുവാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. എന്നാൽ തൊട്ടപ്പുറത്ത് കിഴക്ക് ഭാഗത്തായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് താൽക്കാലിക ജെട്ടി ഒരുക്കുന്നതിന് സ്ഥലം ഉടമ അനുവാദം നൽകിയിട്ടും ഫെറി സർവീസ് പുനരാരംഭിക്കാനുള്ള ഒരു നീക്കവും ജില്ലാ പഞ്ചായത്ത് അധികൃതർ നടത്തുന്നില്ല. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. യാത്രക്കാർ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, കച്ചവടക്കാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ഇതുമൂലം കൊടുങ്ങല്ലൂർ വഴി 15 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞാണ് അക്കരെ എത്തുന്നത്. മാലിയങ്കര വഴി റെഗുലർ ബസ് സർവീസ് നേരിട്ട് കിട്ടാനും പ്രയാസമാണ്. ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ അതുവഴിയുള്ള യാത്ര കൂടുതൽ ദുരിതപൂർണമാണ്. ഇതുമൂലം മരണം, വിവാഹം തുടങ്ങിയ പല ആവശ്യങ്ങൾക്കും തീരദേശ നിവാസികൾക്ക് അക്കരെയെത്താൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഓണത്തിന് മുമ്പെങ്കിലും ഫെറി സർവീസ് പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ വലയും. അടിയന്തരമായി മുനമ്പത്ത് യാത്രാ ബോട്ട് അടുപ്പിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനമൊരുക്കി ഫെറി സർവീസ് പുനരാരംഭിച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് മുനമ്പം പാലം സമരസമിതി അഴീക്കോട് ജെട്ടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. പ്ലാച്ചിമട സമരസമിതി കൺവീനറും ഗാന്ധിയൻ കളക്റ്റീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഇസാമിൽ അബ്ദുൽ കരീം പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും പ്രാദേശിക ഭരണ സംവിധാനവും കൃത്യമായി ഇടപെടാത്തതാണ് തീരദേശത്തെ യാത്രാ ദുരിതത്തിന് മുഖ്യ കാരണമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. പാലം സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. സമരസമിതി കോർഡിനേറ്റർമാരായ PA സീതി,
EK സോമൻ, ജനറൽ കൺവീനർ KA മുഹമ്മദ് ഉണ്ണി, CA റഷീദ്, NS ഷഹാബ്, TS രാജേന്ദ്രൻ, PKM അഷ്റഫ്, കുഞ്ഞുമുഹമ്മദ് കണ്ണാങ്കുളം, മൊയ്തീൻ എടച്ചാലിൽ, ഡോക്ടർ KK നസീർ, AB മൊയ്തീൻ, PM ലിയാഖത്ത്, അമീർ പദപ്പുള്ളി, AA ഷുക്കൂർ, PA മുഹമ്മദ്, KM സിദ്ദിഖ്, എവിൻ സിൻഡോ, ബഷീർ കൊല്ലത്ത് വീട്ടിൽ, TK ഇബ്രാഹിം, അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. പ്രാരംഭ സൂചകമായി വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പന്തംകുളത്തി പ്രകടനം നടത്തി. ആഭ്യന്തര വകുപ്പിനെതിരായും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യവും മുൻനിർത്തിയാണ് കോൺഗ്രസിന്റെ പ്രക്ഷോഭം. പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ജില്ലാ കമ്മിറ്റി അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷനായി. TS ഷാജി, ആന്റണി പയ്യപ്പള്ളി, ജിജോ അരിക്കാടൻ, VS അരുൺരാജ്, CK യുധി, PA ഹസൈനാർ, സുഭാഷ് പനങ്ങാടൻ, ഷൈല പ്രകാശൻ, MA കൊച്ചുമൊയ്തീൻ, CM രവീന്ദ്രൻ, PC ബാബു, KP പ്രജീഷ്, PV സലാം, അനൂപ് ആനപ്പാറ, സിജിൻ ഉമ്മർ, ജോസ് കാളിയങ്കര, ജോർജ് പനക്കൽ, ജെറോം, സുനിൽ, സലാം അരിപ്പുറത്ത്, പോൾസൺ, ലിജോയ് കല്ലൻ, ബെഞ്ചി ആലപ്പാട്ട്, ഉണ്ണി പനമ്പള്ളി, അസീസ് പിണ്ടാണി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കുഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറപ്പുറം സപ്ലൈകോയുടെ മുന്നിൽ നടന്ന ധർണ കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കുഴൂർ മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, ND പോൾസൺ കൊടിയൻ, MA ജോജോ, സിൽവി സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഷിരൂരിൽ കാണാതായ അർജുന്റെ ഓർമ്മയിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറിയുടെ മാതൃക ഉണ്ടാക്കിയ ഒരു വിദ്യാർത്ഥി. കൊടകര മനക്കുളങ്ങര സ്വദേശി പുത്തിക്കര വീട്ടിൽ ആദിത്യനാണ് മൾട്ടിവുഡിൽ ഭാരത് ബെൻസിന്റെ മാതൃക നിർമ്മിച്ചത്. ലോറികളുടെയും ബസ്സുകളുടെയും തന്നെ നിരവധി മാതൃകകൾ ഉണ്ടാക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായത്. മൾട്ടിവുഡും PVC പോളികാർബൺ ഷീറ്റ് എന്നിവ ഉപയോഗിച്ചാണ് 14 വീലുള്ള ഭാരത് ബെൻസിന്റെ മാതൃക നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ലോറികളുടെയും ബസ്സുകളുടെയും തന്നെ നിരവധി മാതൃകകൾ ഉണ്ടാക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. കൊമ്പന്റെ ബസ്സുകളും റോബിൻ ബസ്സും KSRTC ബസ്സുകളും ടാങ്കർ ലോറി അടക്കം നിരവധി വാഹനങ്ങളുടെ മാതൃകകൾ ഈ ആദിത്യന്റെ കരവിരുതിൽ പിറവിയെടുത്തിട്ടുണ്ട്. കേരളത്തിന് പുറത്തേക്ക് മാത്രമല്ല, അങ്ങ് ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിലേക്കടക്കം ആദിത്യൻ നിർമ്മിച്ച ബസ്സുകളുടെ മാതൃക കയറ്റി അയച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സർവീസിൽ നിന്നും വിരമിച്ച DGPക്ക് പോലീസ് ജീപ്പിന്റെ മാതൃക നിർമ്മിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മിടുക്കന്റെ കരവിരുത് കണ്ട് മനസ്സിലാക്കി കേരള കരകൗശല ബോർഡ് ചെയർമാൻ ആദിത്യന്റെ വീട്ടിലെത്തി അനുമോദനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കണ്ടായ അർജുൻ്റെ ലോറിയാണ്. അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ മൾട്ടിവുഡ്, PVC ഷീറ്റ്, പിന്നെ പോളികാർബൺ ഷീറ്റ്, ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുറേ ഓർഡർ വർക്ക് കിട്ടും, അപ്പോൾ അത് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ടൂറിസ്റ്റ് ബസ്, പിന്നെ ലോറി, പിന്നെ KSRTC അങ്ങനത്തെ എല്ലാ ബസ്സുകളും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 മാസത്തോളമായി കംപ്ലീറ്റ് ചെയ്യുക. മീഡിയ ടൈം, കൊടകര. ഇനി നാട്ടിൽ നടന്നത്. കോളേജിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ബസ് ഇടിച്ചു മരിച്ചു. SN പുരം അഞ്ചങ്ങാടി സ്വദേശി കൊണ്ടിയാർ അജിത്തിന്റെ മകൻ അനജാണ് മരിച്ചത്. പറവൂർ മാഞ്ഞാലി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് 6:30 കോട്ടപ്പുറം ടോൾ പരിസരത്ത് നടന്ന അപകടത്തിൽ മരിച്ചത്. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെ 12:30 പെരിഞ്ഞനം തെക്കേ ബസ് സ്റ്റോപ്പിനടുത്താണ് അപകടമുണ്ടായത്. തെക്ക് ഭാഗത്തുനിന്നും വന്നിരുന്ന കാർ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് അമ്മൂസ് ഫുഡ്വെയർ എന്ന സ്ഥാപനത്തിലേക്കാണ് ഇടിച്ചു കയറിയത്. കടയുടെ ഷട്ടറും ഉള്ളിലെ ഗ്ലാസ് ഷോക്കേസും പൂർണ്ണമായും തകർന്നു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ മാള പഞ്ചായത്ത് നിർവഹണ സമിതി യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നബീസത്ത് ജലീൽ, ജയ ബിജു, സാബു പോൾ, ജോർജ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷക ചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ചന്ത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാളയിൽ തന്നെ കർഷകർ ഉൽപ്പാദിച്ച
ഉൽപ്പന്നങ്ങൾ മറ്റുള്ള കൃഷിഭവനിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ പോലുള്ള കൃഷി ഓഫീസുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചത് വളരെ സന്തോഷകരമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഗുണഭോക്താക്കൾക്ക് ഇത് കൊടുക്കാനായിട്ട് 30% വിലക്കുറവിൽ കൊടുക്കാനും കർഷകരിൽ നിന്നും അത് മേടിച്ച് വിപണനം നടത്താനും ഇങ്ങനെയുള്ള ഒരു ചന്ത നടത്താനും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് എല്ലാ കൃഷിഭവനിലും ഇങ്ങനെ ഓണച്ചന്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി പച്ചക്കറികൾ ഇവിടെ എത്താനായിട്ട് സാധിച്ചു. നമ്മൾ മറുനാടുകളിൽ നിന്ന് കൊണ്ടുവരാതെ നമ്മളുടെ നാട്ടിലെ നമ്മുടെ മാളയിലെ തന്നെ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചുകൊണ്ടും അത് നല്ല രീതിയിലേക്ക് വിപണനം നടത്താനായിട്ടും കർഷകർ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, VM വത്സൻ, ഉഷ ബാലൻ, സാബു പോൾ, കൃഷി ഓഫീസർ റുബീന തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിന് ഒരു കൈത്താങ്ങിനായി AIYF മാള മണ്ഡലം കമ്മിറ്റി ചിപ്സ് ചലഞ്ച് സംഘടിപ്പിച്ചു. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരുക്കിയ സ്റ്റാളിൽ ആദ്യ വിൽപ്പന നടത്തി. CPI മാള മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി MR അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വളരെ നന്നായി ജീവിച്ചിരുന്ന ഒരു ജനസമൂഹം കാർഷിക മേഖലയിൽ വളരെ സമൃദ്ധമായി ജീവിച്ച ചൂരൽമലയിലെയും ഉണ്ടക്കയിലെയും ജനവിഭാഗങ്ങളൊക്കെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് അവർക്കുണ്ടായ സർവ്വതും നഷ്ടപ്പെടുകയും അവരുടെ നൂറുകണക്കിന് ആളുകൾ മരിക്കുകയും നൂറുകണക്കിന് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്ത എല്ലാം നഷ്ടപ്പെട്ട് നിർധനരായ ജനവിഭാഗം ആയി മാറിയ അവരെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ തന്നെ സംഭാവന നൽകിക്കൊണ്ട് അവരെ പുനരുദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ രമ്യ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. AIYF മാള മണ്ഡലം സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ, MK ബാബു, പരമു KK, അശ്വതി, ലിബിൻ പ്ലാക്കൽ, അപ്പു ഉരുണ്ടോളിൽ, BN മണി എന്നിവർ സംസാരിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഓണച്ചന്തയിൽ കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചക്കറികൾ വിപണിയിലെ മൊത്തവ്യാപാര വിലയേക്കാൾ 10% അധികം വില നൽകി സംഭരിക്കുന്നു. ഇവ ചില്ലറ വിൽപ്പന വിലയേക്കാൾ 30% വിലക്കുറവിലാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. കർഷക ബേരി പാറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളവൂർ മോസ്കോ നഗറിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പയർ, വെണ്ട, ചുരയ്ക്ക, പച്ചമുളക്, തക്കാളി എന്നിവയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. CPM അങ്കമാലി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കർഷക ബേരി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബിബിൻ വർഗീസ് അധ്യക്ഷനായി. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിലെ ഹോട്ടൽ വ്യവസായികൾക്ക് ഫോസ്റ്റാക് ക്ലാസും പരീക്ഷയും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഫോസ്റ്റാക് ട്രെയിനർ AR നാരായണൻ, കൊടുങ്ങല്ലൂർ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥ വിനീത, റോണി, മോണിക്ക എന്നിവർ ക്ലാസ്സിൽ നേതൃത്വം നൽകി. 40ഓളം ഹോട്ടൽ ഉടമകൾ ക്ലാസ്സിൽ പങ്കെടുത്തു. മേത്തല സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണച്ചന്ത ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബോർഡ് മെമ്പർ ബേബി, മെമ്പർമാരായ MS വിനയകുമാർ, രാജേഷ് വളർക്കോടി, ലത ഉണ്ണികൃഷ്ണൻ, മൻസൂർ അലി, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട രൂപതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് മാരാങ്കോട് കൂർക്കമറ്റത്ത് ആരംഭിച്ച കിടപ്പ് രോഗികൾക്കുള്ള സ്നേഹസദൻ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. രൂപതാ മെത്രന്മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ, ബെന്നി ബെഹ്റാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കുറ്റിക്കാടൻ, ഫൊറോന വികാരി ഫാദർ ലിജു പോൾ പറമ്പത്ത്, മാരാങ്കോട് വികാരി ഫാദർ കിൻസ് എളങ്കുന്നപ്പുഴ, സ്നേഹസദൻ ഡയറക്ടർ ഫാദർ ജിനോജ് കോലംചേരി, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷാബ് പുത്തൂർ എന്നിവർ പ്രസംഗിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ സപ്തസദസ്സിന്റെ 2024-25 അക്കാദമിക വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം ഗായകരായ ജോബൽ റോയും റൂഷൽ റോയും ചേർന്ന് നിർവഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ K, ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി, സപ്തസദസ് ഭാരവാഹികളായ ഷിജി VK, ക്രിസ്റ്റഫർ ലൂയിസ്, നീതു നാസർ, സപ്തസദസ്സിന്റെ വിദ്യാർത്ഥി പ്രതിനിധി മെറിൻ ബേബി എന്നിവർ പങ്കെടുത്തു. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി കേരള മഹിളാ സംഘം ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം ആദ്യ വിൽപ്പന കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് രമ ബാഹുലയൻ അധ്യക്ഷത വഹിച്ചു. അനിത രാധാകൃഷ്ണൻ, സജ്ജന പാർവിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് CR റോസലി, ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പരമേശ്വരൻ, മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു ശശികുമാർ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MV ഗംഗാധരൻ, ജില്ലാ കമ്മിറ്റി അംഗം PM വിജയൻ, CPI ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കളിക്കാടൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
സർക്കാർ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശികയിൽ 18% GSTയും 1.5% കൂട്ടുപലിശയും വാങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കടുംവെട്ട്. മാള പ്രസ് ക്ലബ്ബ് തദ്ദേശ അദാലത്തിൽ പരാതി നൽകിയപ്പോഴാണ് കൊള്ളയെ ന്യായീകരിച്ചുകൊണ്ട് വകുപ്പ് മറുപടി നൽകിയത്. അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് നിലച്ച് 45 ദിവസം പിന്നിട്ടിട്ടും സർവീസ് പുനരാരംഭിക്കാൻ നടപടിയായില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മയും നിൽപ്പ് സമരവും നടത്തി. സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. പ്രാരംഭ സൂചകമായി വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പന്തംകുളത്തെ പ്രകടനം നടത്തി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.